അവസരവാദ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് അവസരവാദം എന്ന് പറഞ്ഞത്. അത്രയും തലശ്ശേരി അതൊരു പ്രസ്താവന വന്നു. അതിൽ മാഷിയാണ് രൂക്ഷമായി വിമർശിക്കുന്നത്. അതിലൊരു പ്രതികരണം എന്നെ വിമർശിക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയാസമില്ല. വിമർശിക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്. ഞങ്ങൾ വളരെ ലളിതമായിട്ട് പറഞ്ഞ കാര്യം ഒന്നും കൂടി ഞാൻ പറയാം, കുറേ കൂടെ എല്ലാവരോടും പറയുകയാണ്. ഇത് ഇവിടെ മാത്രമല്ല. അതായത് ഇന്ത്യയിൽ ഉള്ളവരും നിലനിൽക്കുന്നവരും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഇവിടെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉള്ളവരാരാ? ഇവിടെ തന്നെ ജനിച്ച് വളർന്ന ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും എല്ലാവരും ഇന്ത്യക്കാരാണെന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതല്ലാന്നാണ് അവർ പറയുന്നത്. പുണ്യഭൂമിയും പുണ്യസ്ഥലവും ഇന്ത്യക്ക് പുറത്തുള്ള രണ്ട് വിഭാഗമാണ്. ഒന്ന് ക്രിസ്ത്യാനി, മറ്റൊന്ന് മുസ്ലിം. അപ്പോൾ ഇവർ രണ്ടാളും ആരല്ല? ഭാരതീയരല്ല. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയുള്ള അവരുടെ വ്യാഖ്യാനം, അവർ യൂറോപ്പിലാണ് അതിൻ്റെ ആശയ രൂപീകരണത്തിൻ്റെ കേന്ദ്രം. അതുകൊണ്ട് അവരും ഇവിടെയില്ല. അപ്പോൾ ആഭ്യന്തര ശത്രുക്കളായിട്ട് അവർ മൂന്നാളെ കാണുകയാണ്. ഒന്ന് മുസ്ലിം, രണ്ട് ക്രിസ്ത്യാനി, മൂന്ന് കമ്മ്യൂണിസ്റ്റ്. ഈ മൂന്നാളും ഇന്ത്യ വിടണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് അവരുടെ അഭിപ്രായം. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ്. ഇപ്പോഴേ അവർ പ്രഖ്യാപിക്കാനൊന്നുമല്ല അവർ പറഞ്ഞു. ഇപ്പോൾ ഹിന്ദു രാഷ്ട്രമാണ്. ആ ഹിന്ദു രാഷ്ട്രത്തിൽ ഈ മൂന്ന് ഉള്ളതാണ് ആഭ്യന്തര കുഴപ്പം. അതുകൊണ്ട് ഈ മൂന്നിനെയും ഇല്ലായ്മ ചെയ്യണം. ഇതാണ് അടിസ്ഥാനപരമായ RSSന്റെ സംഘപരിവാറിൻ്റെ നിലപാട്. ഈ നിലപാടാണെന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് നിലപാട് എന്ന് ഞാൻ പ്രസംഗിക്കുമ്പോഴും ഇപ്പോൾ നിങ്ങൾ പറയുമ്പോഴും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. ഇത് ഏതെങ്കിലും അടിസ്ഥാനപരമായ പ്രശ്നമല്ലാതെ ഇതിൻ്റെ മേലെ ഏതെങ്കിലും ചുളിവിൽ ഏതെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് അഭിനന്ദിക്കാനോ കേക്ക് മുറിക്കാനോ പുറപ്പെട്ടാൽ അത് ശരിയാവില്ല. അതാണ് അവസരവാദപരമായ സമീപനമായിട്ട് മാറുക. പമ്പ്ലാനി ഇതിനു മുമ്പും റബ്ബറിൻ്റെ പ്രശ്നം വന്നപ്പോൾ 300 രൂപ തന്നാൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. RSSും സംഘപരിവാർ വിഭാഗങ്ങളും ക്രിസ്തീയ ജനവിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം അതല്ല. സംഘർഷത്തിൻ്റെ അടിസ്ഥാനം ഇവരിവിടെയുള്ളവരല്ല, ഇവർ പോണ്ടവരാണെന്നാണ്. അങ്ങനെ പോണ്ടവരാണെന്ന് പറഞ്ഞ ആ ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന എന്ന് അവർ അവകാശപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ ഭരണവർഗത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നാണ് അന്നും പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ നിരവധി പ്രശ്നങ്ങളുണ്ടായി. ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് കടന്നാക്രമം വന്നു, മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമവും വന്നു. കടന്നാക്രമം സംഭവിച്ചപ്പോൾ എന്താ ഉണ്ടായേ? ആ കടന്നാക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ, മലയാളികളായ കന്യാസ്ത്രീകൾ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തു. കേരളത്തിലുള്ള MP മാരുൾപ്പെടെ എല്ലാവരും ആ സ്ഥലത്തേക്ക് പോയി ആ സംഭവത്തിൽ നന്നായിട്ട് ഇടപെട്ടു. മാധ്യമങ്ങളെല്ലാം ഇടപെട്ടു. നല്ല രീതിയിൽ ഇടപെട്ടപ്പോൾ അവർക്ക് ഗത്യം തരില്ലാതെ ജാമ്യം കൊടുക്കേണ്ടി വന്നു. ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമം നടത്തിയത്. പക്ഷേ അവർക്ക് ജാമ്യം കൊടുക്കേണ്ടി വന്നു. ജാമ്യം കൊടുക്കുന്നത് വരെ ഒരു നിലപാടും, ജാമ്യം കിട്ടിക്കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് വേറൊരു നിലപാടും സ്വീകരിക്കാൻ പാടുണ്ടോ? അതൊരു മൗലികമായ സമീപനമാണ്. കേൾക്ക് ഞാൻ പറയുന്നത് നന്ദി പറഞ്ഞ മാത്രമൊന്നുമല്ല, അതൊരു മൗലികമായ സമീപനമാണ്. അത് കഴിഞ്ഞ് 2 ദിവസം, നന്ദി കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ അവിടെ എന്തായി? അവിടെ വീണ്ടും വലിയ രീതിയിൽ സംഘർഷമായി. ഇത് ഒരു ഭാഗത്ത് ഛത്തീസ്ഗഡ് ആണെങ്കിൽ മറുഭാഗത്ത് ഒഡീഷ അച്ഛന്മാരെ മുഴുവൻ തല്ലി. അച്ഛന്മാരെ തല്ലുന്ന അവസ്ഥ വന്നു. കന്യാസ്ത്രീകളെ ആക്രമിക്കുന്ന നില വന്നു. അതും ഈ പറയുന്ന സംഘപരിവാർ വിഭാഗം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തെന്നാ പറയുക? അപ്പോൾ ഓരോന്നോരോന്ന് കൺമുമ്പിൽ കാണുമ്പോഴും പറയേണ്ടതല്ല ഇവരോട് എടുക്കേണ്ട നിലപാട്. മൗലികമായ നിലപാടെടുക്കണം. ആ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും മുസ്ലിങ്ങൾക്കെതിരായിട്ടും കടന്നാക്രമണം നടത്തുക എന്നുള്ള അജണ്ടയുള്ള പാർട്ടിയും അതിൽ ഗവൺമെൻറ്റുമാണ് BJPയും അതുപോലെ തന്നെ RSS ഉൾപ്പെടെയുള്ള ഈ ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ്. ആ ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. ആ പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ജാമ്യം കിട്ടി എന്നുള്ളതുകൊണ്ട് ഉടനെ അതിന് നന്ദി, എന്നിട്ട് കേക്കുമായിട്ട് അച്ഛന്മാരെല്ലാം ഈ BJP ഓഫീസിലേക്ക്, എന്നിട്ട് അവരെ വിമർശിക്കാൻ അവർക്ക് ധൈര്യമില്ല. അവർക്ക് അനുകൂലമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ഇടപാട്, അതിനെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ആ ചൂണ്ടിക്കാണിച്ചത് ഇന്നലെയും ശരിയാണ്, ഇന്നും ശരിയാണ്, നാളെയും ശരിയാണ്. അത്രയേ ഉള്ളൂ.